ലോകത്ത് ഗെയിമിംഗ്, സിനിമ എന്നിങ്ങനെ മീഡിയ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രികൾ വളരെ വലിയ നേട്ടങ്ങൾ നേടുകയാണ്. ഡെമൺ സ്ലെയർ, അറ്റാക്ക് ഓൺ ടൈറ്റൻസ്, ജുജുത്സു കൈസൻ എന്നിങ്ങനെ ജാപ്പനീസ് ആനിമകൾ കാണുന്നവരുടെ എണ്ണം കേരളത്തിലധികം വർദ്ധിക്കുന്നു. നെറ്റ്ഫ്ലിക്സ് ഉൾപ്പെടെയുള്ള ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമുകൾ ആനിമേറ്റഡ് സീരീസിനും ഗെയിമിംഗ് കണ്ടന്റിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഓരോ വർഷവും കൂടുതൽ ആനിമേറ്റഡ് സിനിമകൾ, ഗെയിമുകൾ എന്നിവ ഇറങ്ങുന്നു. പലതും ലോക ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റുന്നു. മലയാള സിനിമയിൽ 100 കോടി അടിക്കുന്നത് വളരെ സ്വാഭാവികമായിരിക്കുന്നു. 2023 കണക്ക് പ്രകാരം ഇന്ത്യ മീഡിയ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി 2.3 ട്രില്യൺ വ്യവസായമാണ്. 2026 കൂടി അത് 3.1 ട്രില്യണിലേക്ക് കടക്കും എന്നാണ് കണക്കാക്കുന്നത്. താരങ്ങളുടെ പ്രതിഫലം വർഷം തോറും ഗണ്യമായ തോതിൽ തന്നെ ഉയരുന്നു. ഇത്തരത്തിൽ ലോകമെമ്പാടും മീഡിയ വ്യവസായം കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ നേടുകയാണ്. എന്നാൽ അപ്പുറത്ത് വേറെ തരം വാർത്തകളും ഒരേ സമയം കേൾക്കുന്നു. ഡ്രീം വർക്ക് സ്റ്റുഡിയോ നിർമ്മിച്ച വൈൽഡ് റോബോട്ട് എന്ന ആനിമേറ്റഡ് സിനിമ മുടക്കുമുതലിൻ്റെ 3 ഇരട്ടി നേടി. എന്നിട്ടും പടം വിജയിച്ച അടുത്ത ദിവസങ്ങളിൽ 500ഓളം ആർട്ടിസ്റ്റുകളെ പറഞ്ഞുവിടുന്നു. വേതനം ലഭിക്കാത്തതിൻ്റെ പേരിൽ അമേരിക്കയിൽ 11,500ഓളം സ്ക്രീൻ റൈറ്റേഴ്സ് സമരം ചെയ്യുന്നു. ലോകപ്രശസ്തമായ ആനിമകൾ നിർമ്മിച്ച മാപ്പ അടക്കമുള്ള ജാപ്പനീസ് സ്റ്റുഡിയോകളിൽ അമിതമായി പണിയെടുപ്പിക്കുന്നു എന്ന വാർത്തകൾ വർദ്ധിക്കുന്നു. ആനിമേറ്റേഴ്സിന് അവർ നിർമ്മിച്ച സിനിമകളും സീരീസും തന്നെ കാണാൻ സമയമില്ല. മലയാള സിനിമയിൽ തന്നെ പറഞ്ഞ തുക ലഭിക്കാത്തതിൻ്റെ പേരിൽ ആർട്ടിസ്റ്റുകൾ കേസ് കൊടുക്കുന്നു. ഒരേ സമയം ഇൻഡസ്ട്രി വളരുകയും ചില ആളുകൾക്ക് വലിയ തുകകൾ ലഭിക്കുകയും എന്നാൽ ആ നേട്ടങ്ങളിൽ പങ്കാളികളായ ചില കലാകാരന്മാർക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കാത്തതും എന്തുകൊണ്ടായിരിക്കാം? നമുക്ക് നോക്കാം. ഈ ഒരു പെയിന്റിംഗ് ശ്രദ്ധിക്കൂ. ഈ പെയിന്റിങ്ങിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇഷ്ടപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടില്ലെന്നും വരാം. എന്നാൽ ഈ ഒരു പെയിന്റിങ്ങിന് ഒരു കഥയുണ്ട്. 1940കളിൽ നാസി ജർമ്മനിയിൽ വരച്ച ഒരു ചിത്രമാണിത്. ജയിലറയ്ക്കുള്ളിലിരുന്ന് 17കാരനായ ഒരു ജൂത പയ്യനാണ് ഈ ചിത്രം വരച്ചത്. നിലത്തു നിന്നും പെറുക്കിയെടുത്ത കരിക്കട്ടകളാണ് അവൻ വരയ്ക്കാൻ ഉപയോഗിച്ചത്. ഈ പടം വരച്ച അടുത്ത ദിവസം അവൻ കൊല്ലപ്പെട്ടു. വർഷങ്ങൾക്കിപ്പുറം ഇന്നും ആ പഴയ കെട്ടിടത്തിൽ അവൻ്റെ ഈ ചിത്രം അവശേഷിക്കുന്നു. ഈ ഒരു കഥ കേട്ട ശേഷം വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കും ഈ ചിത്രത്തിനെ പറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ആദ്യം ഞാൻ ഈ ചിത്രം കാണിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ വികാരമായിരിക്കില്ല ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. ഇതിൽ ഒരു ട്വിസ്റ്റ് എന്നത് ഇങ്ങനൊരു പയ്യൻ ജീവിച്ചിരുന്നിട്ടില്ല. ഇങ്ങനൊരു ചിത്രം ജർമ്മനിയിലുമില്ല. ഇത് ഞാൻ വരച്ചൊരു ചിത്രമാണ്. ഇപ്പോൾ മൊത്തം 3 തവണ ഞാൻ ഈ ചിത്രം നിങ്ങളെ കാണിച്ചു. 3 തവണയും നിങ്ങളുടെ മനസ്സിൽ ഈ ചിത്രത്തിന് വെവ്വേറെ അർത്ഥമായിരിക്കും ഉണ്ടായിരിക്കുക. ഒരേ ചിത്രം തന്നെ ഒരൊറ്റ മിനിറ്റിനുള്ളിൽ പലതരത്തിൽ നിങ്ങളെ സ്വാധീനിച്ചു. ഒരുപക്ഷെ ഈ ചിത്രം വരച്ചത് പാബ്ലോ പിക്കാസോയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ വേറെ രീതിയിലായിരിക്കും ഈ ചിത്രത്തിനെ നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ആര് വരച്ചു, എപ്പോൾ വരച്ചു, എങ്ങനെ വരച്ചു എന്നതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കല എന്നത് പൂർണ്ണമായും അതിൻ്റെ റിസൾട്ട് മാത്രമല്ല. ഇനി ഈ ഒരു ചിത്രം കാണിച്ച് ഇതൊരു ഫോട്ടോ ആണെന്ന് പറഞ്ഞാൽ അധികം ആളുകൾക്കും വലിയ അത്ഭുതമൊന്നും ഉണ്ടാകില്ല. എന്നാൽ ഇതിൽ വലതു നിൽക്കുന്ന ആൾ ഒരു പെയിന്റിംഗ് ആണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടേക്കാം. ശിവദാസ് വാസു എന്ന പെയിന്റർ വരച്ച ചിത്രമാണിത്. ഇതൊരു പെയിന്റിംഗ് ആണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഈ ചിത്രം വരയ്ക്കുന്നതിൻ്റെ വീഡിയോ കാണിച്ചാൽ മതി. അതായത് ഈ ചിത്രം ഇദ്ദേഹം ഒരു അടിക്കുറിപ്പ് പോലും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താൽ ഇതൊരു പെയിന്റിംഗ് ആണ് എന്ന് ആരും ശ്രദ്ധിക്കില്ല. ഞാനൊരു പെയിന്റിംഗ് എടുക്കുന്നു, അത് ട്രേസ് ചെയ്ത് എൻ്റെ സ്വന്തം ചിത്രമാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താൽ അത് എൻ്റെ സ്വന്തം ചിത്രമാകുമോ? സത്യത്തിൽ ഞാൻ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രശ്നം? പ്രശ്നം ഞാൻ എങ്ങനെ വരച്ചു എന്നതിലാണ്. അതായത് ഒരു മികച്ച കലാകാരനെയും എന്നെയും വ്യത്യസ്തപ്പെടുത്തുന്നത് ഞാൻ എങ്ങനെ ഇത് നേടി എന്നതിനെ ആശ്രയിച്ചാണ്. അതിനർത്ഥം ഒരു കലാകാരൻ്റെ കഴിവ് മനസ്സിലാക്കണമെങ്കിൽ എല്ലായ്പ്പോഴും റിസൾട്ട് മാത്രം കണ്ടാൽ മതിയാകില്ല. പലപ്പോഴും പ്രോസസ്സ് മനസ്സിലാക്കുമ്പോഴാണ് കല കൂടുതൽ ആസ്വാദ്യകരമാകുന്നത്. ഞാൻ 2-3 കലാരൂപങ്ങളുടെ പ്രോസസ്സ് വ്യക്തമാക്കാം. ഒരുപക്ഷെ ഈ പ്രോസസ്സ് നിങ്ങൾക്ക് മുന്നേ അറിയാവുന്നതായിരിക്കും. ഈ പ്രോസസ്സ് അറിയാത്തവർക്ക് ഈ പ്രോസസ്സ് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ഈ ആർട്ട് ഫോമിനോടുള്ള ഇഷ്ടങ്ങളിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് കമൻസിൽ രേഖപ്പെടുത്താം. തുടർച്ചയായ നിശ്ചല ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് നമ്മളൊരു വീഡിയോ എടുക്കുന്നത്. ഒരു സെക്കൻഡിൽ 24 ചിത്രങ്ങളാണ് സാധാരണ സിനിമയിൽ ഉപയോഗിക്കുന്നത്. ഓരോ ചിത്രങ്ങളെയും ഫ്രെയിമുകൾ എന്നാണ് വിളിക്കുക. ഇതേ തത്വം തന്നെയാണ് ആനിമേഷനിലും. ഒരു സെക്കൻഡിൽ 24 ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ചില സീനിൽ 12 ഫ്രെയിമുകളായിരിക്കാം. ഫ്രെയിമുകൾ കുറഞ്ഞും കൂടിയിരിക്കും. പൊതുവെ 24 ഫ്രെയിമുകളാണ് സ്റ്റാൻഡേർഡ്. ഇത്തരത്തിൽ കൈകൊണ്ട് വരയ്ക്കുന്ന രീതിയെയാണ് ഹാൻഡ് ഡ്രോൺ ആനിമേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സെക്കൻഡിൽ 24 ചിത്രങ്ങൾ വരയ്ക്കണം. അത്യാവശ്യം വരയ്ക്കാൻ അറിയാവുന്ന ആൾക്ക് തന്നെ ഒരു കഥാപാത്രത്തിനെ വരച്ച് അത് തന്നെ തൊട്ടടുത്ത് വരച്ചാൽ വേറെ പോലെ ഇരിക്കും. അപ്പോൾ ഓരോ തവണ വരയ്ക്കുമ്പോഴും ഷേപ്പ് മാറാൻ പാടില്ല. അത്രയ്ക്ക് കൃത്യതയും കലാപരതയും ഇതിൽ ആവശ്യമാണ്.
ഒരു സെക്കൻഡിലുള്ള ആനിമേഷൻ പോർഷൻ ചെയ്യണമെങ്കിൽ 20-24 മണിക്കൂർ നേരത്തെ അധ്വാനമെങ്കിലുമുണ്ട്. ഒരു മിനിറ്റിൽ 1440 ചിത്രങ്ങൾ, അതായത് ഒരു മണിക്കൂറിൽ 86,400 ചിത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ആനിമേഷൻ സ്റ്റുഡിയോകളിൽ 20 മുതൽ 100-ലധികം ആർട്ടിസ്റ്റുകളെങ്കിലും പണിയെടുക്കുന്നുണ്ട്. അതിൽ ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കുന്നതിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്നവരുണ്ടാകാം, ക്യാരക്ടർ ഡിസൈനിങ് മാത്രം ചെയ്യുന്നവരുണ്ടാകാം, സ്റ്റോറി ബോർഡിംഗ്, കളറിംഗ്, കീ ആനിമേഷൻ, കോമ്പോസിറ്റിംഗ് എന്നിങ്ങനെ പല പ്രോസസ്സിലൂടെ കടന്നാണ് ഒരു ആനിമേഷൻ സിനിമ നിർമ്മിക്കുന്നത്. വർഷങ്ങൾ എടുത്തു എന്ന് വരും അത് പൂർത്തിയാക്കാൻ. കാഴ്ചയിൽ വളരെ എളുപ്പമെന്ന് തോന്നിക്കുന്ന സ്റ്റിക്ക് ആനിമേഷനിൽ പോലും സെക്കൻഡിൽ 24 ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. ഡിജിറ്റൽ കാലഘട്ടത്തിൽ വാക്വം ടാബുകളിലായി ഈ വരകൾ എന്ന വ്യത്യാസം മാത്രം. പഴയ ഡിസ്നി ചിത്രങ്ങൾ, അധികം വരുന്ന ജാപ്പനീസ് ആനിമകൾ എല്ലാം ഇത്തരത്തിൽ കൈകൊണ്ട് വരയ്ക്കുന്ന ആനിമേഷനാണ്. ഇന്ന് അധികം വരുന്ന ആനിമേഷനും 3D സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിലും പല സ്റ്റുഡിയോകളും ഹാൻഡ് ഓൺ ആനിമേഷൻ പിന്തുടരുന്നുണ്ട്. മറ്റൊരു ആനിമേഷൻ രീതിയാണ് സ്റ്റോപ്പ് മോഷൻ പപ്പറ്റ് ആനിമേഷൻ. കൈകൊണ്ട് നിർമ്മിച്ച് കളിപ്പാവുകളെ ചലിപ്പിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആനിമേഷൻ രീതിയാണിത്. ഇത്തരത്തിൽ നിർമ്മിച്ച ഒരു സിനിമയാണ് കോറലൈൻ. ഈ സിനിമയുടെ ഒരു മേക്കിംഗ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഫ്രെയിമിലും പാവയെ പതിയെ ചലിപ്പിച്ച് ഒരു ചിത്രം എടുക്കുന്നു, വീണ്ടും നീക്കി അടുത്ത ചിത്രം എടുക്കുന്നു. അങ്ങനെ ഒരു സെക്കൻഡിൽ 24 ഫ്രെയിമുകൾ വേണം. സാധാരണ സിനിമയ്ക്ക് വേണ്ട പോലെ തന്നെ ക്യാമറമാൻ, സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ് എന്നിങ്ങനെ എല്ലാതരം കലാകാരന്മാരും ഇതിൽ പണിയെടുക്കുന്നുണ്ട്. എന്നാൽ ഒരു സ്റ്റുഡിയോയ്ക്കകത്തായിരിക്കാം, സെറ്റ് ചെയ്യുന്നത് മിനിയേച്ചർ ആയിരിക്കും. ഈ ഒരു പാവയുടെ ഭാവങ്ങൾ മാറ്റാൻ പലതരം രൂപങ്ങൾ ഉപയോഗിക്കും. ലൈക്ക സ്റ്റുഡിയോ ഇത്തരത്തിൽ സ്റ്റോപ്പ് മോഷൻ പപ്പറ്റ് ആനിമേഷൻ ചിത്രങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ ആണ്. അവർ ഓരോ പാവയും നിർമ്മിക്കുന്നതും ആനിമേഷൻ ചെയ്യുന്നതും കാണുന്നത് തന്നെ വളരെ രസമാണ്. എത്രത്തോളം സമയവും അധ്വാനവും വേണ്ട പണിയാണെന്ന് ചെയ്തു നോക്കിയാൽ മനസ്സിലാവും. ഇന്ത്യയിലും ഇത്തരത്തിൽ സ്റ്റോപ്പ് മോഷൻ പപ്പറ്റ് ആനിമേഷൻ ചെയ്യുന്ന സ്റ്റുഡിയോകളുണ്ട്. കണ്ടിട്ടുണ്ട് ആനിമേഷൻ ഷോർട്ട് ഫിലിം നിർമ്മിച്ച സ്റ്റുഡിയോ ഇക്സോറസിന്റെ ടോക്രി മികച്ച ഉദാഹരണമാണ്. അപ്പോൾ സിനിമ കണ്ടു എന്നതുകൊണ്ട് മാത്രം അതിൽ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ പണി മനസ്സിലാക്കണമെന്നില്ല. ഒരാളുടെ അധ്വാനം എന്നത് എല്ലാ സമയത്തും പ്രത്യക്ഷത്തിൽ കാണുന്നതല്ല. ഉദാഹരണത്തിന് ഡ്യൂപ്പുകൾ. അവർ ദേഹത്ത് തീയിടുന്നു, കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടുന്നു, ഇടികൊള്ളുന്നു, വലിയ ഉയരങ്ങളിൽ നിന്ന് വീഴുന്നു. ഒരു നടനെ ഷൂട്ടിങ്ങിനിടയിൽ പരിക്ക് പറ്റിയാൽ നമ്മുടെ നാട്ടിൽ വലിയ വാർത്തയാണ്. എന്നാൽ സ്റ്റണ്ട് ഡബിളിന് ഇത്തരം അപകടങ്ങൾ നിത്യേന സംഭവിക്കുന്നതായിരിക്കും. ഏതെങ്കിലും ആക്ഷൻ സിനിമയിലെ ഒരു സ്റ്റണ്ട് ഡബിളിന്റെ പേരെങ്കിലും നമുക്കറിയാമോ? മലയാള സിനിമയിൽ കയറിക്കൂടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പോലും സ്റ്റണ്ട് ഡബിൾ ആവാൻ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നില്ല. ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ പോലും സ്റ്റണ്ട് ഡബിളിന്റെ പേര് അന്വേഷിക്കാറില്ല. അവരെടുക്കുന്നതും അധ്വാനം തന്നെയാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ കൂടുതൽ അധ്വാനം വേണ്ടതെന്ന് തോന്നിക്കുന്നതാകണമെന്നില്ല യഥാർത്ഥത്തിൽ കൂടുതൽ അധ്വാനം വേണ്ടത്. ഉദാഹരണത്തിന് സാക്ക് സ്നൈഡറുടെ ജസ്റ്റിസ് ലീഗ് എന്ന സിനിമ കണ്ടവർക്ക് അതിലെ VFX ക്വാളിറ്റി ശ്രദ്ധിച്ചു കാണും. നമ്മൾ സാധാരണ പ്രേക്ഷകർ അതിലെ ഏലിയൻസിന്റെയും സൂപ്പർ ഹീറോകളുടെയും മറ്റും ഗ്രാഫിക് ക്വാളിറ്റിയിൽ അത്ഭുതപ്പെടുമ്പോൾ VFX ആർട്ടിസ്റ്റുകൾ കൂടുതൽ അത്ഭുതപ്പെടുന്നത് ചെളിയിൽ കൂടി കാല് ചവിട്ടി നടക്കുന്ന ഒരു ഷോട്ടാണ്. I saw that. I was like, oh my God, people have no idea how much effort just went into that one small moment to really merge and marry Steppenwolf with the scene. നമുക്ക് അതിൽ എന്താ പ്രയാസം എന്ന് തോന്നാം. സാധാരണ പ്രേക്ഷകന് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് VFX എന്നതിൻ്റെ പ്രോസസ്സ് അറിയില്ല. പ്രതിഫലിക്കുന്ന അല്ലെങ്കിൽ റിഫ്ലക്റ്റീവായ വസ്തുക്കൾ 3D സോഫ്റ്റ്വെയറുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ പ്രയാസമാണ്. കാരണം ഇത്തരം വസ്തുക്കൾ പല ദിശകളിൽ നിന്നുമുള്ള പലതരം വസ്തുക്കളെ പ്രതിഫലിപ്പിക്കും. ഉദാഹരണത്തിന് ഒരു കണ്ണാടി പോലുള്ള വസ്തു അത് അനക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് തന്നെ അതിൽ പ്രതിഫലിക്കുന്ന വസ്തുക്കളിലും മാറ്റം വരണം. സ്റ്റീൽ പാത്രം, കണ്ണാടി പോലുള്ള വസ്തുക്കൾ എങ്ങനെ അതിൽ റിഫ്ലക്ഷൻ സംഭവിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ അത്രയ്ക്കും ആക്യുറേറ്റ് ആയി തന്നെ അതിൻ്റെ റിഫ്ലക്ഷനും കാണിക്കണം. എങ്കിൽ മാത്രമേ ഇത്തരം വസ്തുക്കൾ വളരെ റിയലിസ്റ്റിക് ആയി തോന്നുകയുള്ളൂ. വെള്ളം ഒരു റിഫ്ലക്റ്റീവായ വസ്തുവാണ്. പോരാത്തതിന് വെള്ളം പല ദിശകളിലേക്കും ഒഴുകും. പ്രേക്ഷകൻ കാണുന്ന ദിശയ്ക്കനുസരിച്ച് വെളിച്ചവും അതിലെ റിഫ്ലക്ഷനും മാറും. ഇത്തരത്തിൽ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു വസ്തു ഹൈ റെസൊല്യൂഷനിൽ കാണിക്കുമ്പോൾ കൂടുതൽ കോംപ്ലക്സ് സിമുലേഷനും റെൻഡറിങ് സമയവും ആവശ്യമാണ്. പോരാത്തതിന് ഒരു വസ്തുവുമായി വെള്ളം ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സയൻസും ബാധകമാണ്. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. ഇത്തരം കാര്യങ്ങൾ ഒരു സാധാരണ പ്രേക്ഷകനെ മനസ്സിലാക്കണമെന്നില്ല. നിത്യേന നമ്മൾ കാണുന്ന ഇത്തരം വസ്തുക്കളുടെ പ്രവർത്തനം അത്ര സങ്കീർണമായി നമുക്ക് തോന്നണമെന്നില്ല. അതായത് സാമാന്യ യുക്തി വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാകണമെന്നില്ല ഒരു VFX പ്രോസസ്സ്. ഇതിനെയാണ് മോറോവെക്സ് പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. മനുഷ്യർക്ക് വളരെ സങ്കീർണമായ പല പ്രവർത്തനങ്ങളും ഒരു റോബോട്ടിന് നിസ്സാരമാണ്. നമുക്ക് വളരെ ലളിതമെന്ന് തോന്നുന്ന പല പ്രവർത്തനങ്ങളും ഒരു യന്ത്രത്തിന് സങ്കീർണമായേക്കാം.
മനുഷ്യൻ ബഹിരാകാശ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചെങ്കിലും മനുഷ്യനെ പോലെ ഇരിക്കുന്ന ഒരു റോബോട്ടിനെ നിർമ്മിക്കാൻ ഇന്നും പ്രയാസമാണ്. റോട്ടോസ്കോപ്പിംഗ്, ട്രാക്കിംഗ്, 3D മോഡലിംഗ്, ടെക്സ്ചറിംഗ്, റിഗ്ഗിംഗ്, ആനിമേഷൻ, ലൈറ്റിംഗ്, റെൻഡറിംഗ്, സിമുലേഷൻ, കോമ്പോസിറ്റിംഗ് എന്നിങ്ങനെ നീണ്ട പ്രോസസ്സ് കടന്നാണ് ഒരു VFX നിർമ്മിക്കുന്നത്. ബാഹുബലി സിനിമയിൽ തന്നെ VFX ചെയ്യാനായി 17ഓളം സ്റ്റുഡിയോകളിൽ നിന്നും 600-ലധികം ആർട്ടിസ്റ്റുകൾ പണിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും പല രംഗങ്ങൾ അത്ര സുഖകരമല്ല. ഈ പ്രോസസ്സ് നമ്മൾ സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? അടുത്തിടെ ഗോദ സിനിമയുടെ ഓപ്പണിംഗ് ഷോട്ടിനെ പറ്റി സംവിധായകൻ ബേസിൽ ജോസഫ് സംസാരിക്കുന്ന ഒരു യൂട്യൂബ് ഷോർട്സ് കണ്ടു. അതിൽ അതൊരു കണ്ടിന്യൂസ് ഷോട്ടാണെന്നും ആരെങ്കിലും അനങ്ങിയാൽ അത് വീണ്ടും എടുക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊരു കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ ഇതൊരു VFX ചെയ്താൽ പോയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ കാണാം. പല ആളുകളുടെയും വിചാരം VFX എന്തോ മന്ത്രവടിയാണ് എന്നാണ്. വടി വീശുമ്പോഴേക്കും കാശ് ചെലവില്ലാതെ നിർമ്മിക്കാൻ പറ്റുന്ന ഒന്നെന്ന്. നീണ്ട ഒരു പ്രോസസ്സാണ് ഒരു സിനിമയിൽ VFX ചെയ്യാൻ എടുക്കുന്നതെന്ന് പലരും മനസ്സിലാക്കുന്നില്ല. ഇത്തരം ആളുകളെ തൃപ്തിപ്പെടുത്താനായി കുറഞ്ഞ സമയത്തിനുള്ളിൽ പണി തീർക്കാൻ വേണ്ടി പല സ്റ്റുഡിയോകൾ വാശി പിടിക്കുന്നു. ഉറക്കമളച്ച് പണിയെടുത്താലും ക്രെഡിറ്റ് കിട്ടുക അഭിനേതാക്കൾക്ക് മാത്രം. സിനിമയുടെ പ്രൊമോഷൻ ഇൻ്റർവ്യൂകളിൽ പോലും ഇവർ പെടില്ല. ഇവരെ പറ്റി ആരും സംസാരിക്കാറില്ല. നമ്മളിൽ പലർക്കും ഈ കമ്പനികളുടെ പേര് പോലും അറിയില്ല. നമുക്കൊരു VFX ആർട്ടിസ്റ്റിനെങ്കിലും പേരെടുത്ത് പറയാൻ പറ്റുമോ? ഒരു മലയാളിയോ ഇന്ത്യക്കാരനോ ഏതെങ്കിലും ഒരു പേര്? സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മൾ ഓർക്കുന്ന ആർട്ടിസ്റ്റുകൾ എന്നത് അവരുടെ ഫേസ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് സിനിമയിൽ അഭിനയിക്കുന്ന 100-ലധികം പേരുകൾ എടുത്തു പറയാൻ പറ്റും. എന്നാൽ ഫേസ് വാല്യൂ ഇല്ലാത്ത ഇത്തരം കലാകാരന്മാരുടെ, പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ്, സ്റ്റണ്ട് ഡബിൾസ്, VFX ആർട്ടിസ്റ്റ് എന്നിവരുടെ ഒരാളുടെ പേര് പോലും നമ്മൾ അറിയാറില്ല. അതിനൊരു പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതോടുകൂടി ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത് ഇത്തരം ആർട്ടിസ്റ്റുകളെ ആയിരിക്കും. അടുത്ത കാലത്ത് പല ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ശബ്ദം അവരുടെ അനുവാദമില്ലാതെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നു. അടുത്തിറങ്ങുന്ന ഒരുവിധം എല്ലാ ആനിമേറ്റഡ് ചിത്രങ്ങളിലും ശബ്ദം കൊടുക്കുന്നത് സിനിമാ താരങ്ങളും സെലിബ്രിറ്റികളുമാണ്. സിനിമ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കാം ഇത്. അതിനർത്ഥം ഇവരില്ലെങ്കിൽ ഈ സിനിമകൾ ആരും കാണില്ല എന്നല്ലേ? ഒരു സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും അധികം നഷ്ടം വരിക ഒരു പ്രൊഡ്യൂസർക്കായിരിക്കും. എന്നാൽ ഒരു സിനിമയുടെ പരാജയത്തിൽ ഒരു നടൻ ഒരിക്കലും പൈസ കിട്ടാതിരിക്കില്ല. പറഞ്ഞ ശമ്പളം കിട്ടാതിരിക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഇത്തരം ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. ഒരുപക്ഷെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിരിക്കാം, കോസ്റ്റ്യൂം ഡിസൈനർ ആയിരിക്കാം. നമ്മൾ ഒരിക്കലും ഒരു ക്രെഡിറ്റ്സിൽ പോലും പേര് വായിക്കാത്ത ആർട്ടിസ്റ്റുകളായിരിക്കും ബുദ്ധിമുട്ടുക. ചിലപ്പോൾ ആ വാർത്ത ഒരു ദിവസം വന്നേക്കാം, ചിലപ്പോൾ ആ വാർത്ത വരണമെന്നില്ല. കാരണം നമുക്ക് അവരുടെ പേരറിയില്ല, അവർ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ അറിയില്ല, അവർ എന്ത് ചെയ്യുന്നുവെന്നറിയില്ല. എന്നാൽ ഒരു നടന് ശമ്പളം കിട്ടാതിരുന്നാൽ, ഒരു സംവിധായകന് ശമ്പളം കിട്ടാതിരുന്നാൽ വലിയ വാർത്തയാകും, ചർച്ചയാകും. 100 പേർക്ക് കിട്ടേണ്ട പണം ഒരാൾ നേടുകയും അയാൾ 50 പേർക്ക് വീട് വെച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് മഹത്തരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ സ്വാഭാവികമാണ്. ഒരു പക്ഷേ ശ്യാം പുഷ്കരൻ, ONV, ചേതൻ ഭഗത്, MT വാസുദേവൻ നായർ എന്നീ തിരക്കഥാകൃത്തുക്കളുടെയും സാഹിത്യകാരന്മാരുടെയും പേര് ഓർത്തു വയ്ക്കാനും നമുക്ക് കണ്ടാൽ തിരിച്ചറിയാനും പറ്റും. സിനിമയിലൂടെ ഫേസ് വാല്യൂ നേടിയ ആളുകളല്ല ഇവരാരും. ഇവരെപ്പറ്റി മറ്റുള്ളവർ സംസാരിക്കുകയും ഇവർ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ കണ്ടും ഇവർക്ക് ലഭിക്കുന്ന വലിയ പരിപാടികളും സ്വീകരണങ്ങളും വഴിയാണ് നമ്മൾ ഇവരെ പരിചയപ്പെടുന്നത്. ഇത്തരത്തിൽ മറ്റ് കലാകാരന്മാർക്ക് കൂടി സംസാരിക്കാൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവുകയും ജനം ഇവരെ കേൾക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് ക്രിയാത്മകമായ ലോകത്ത് എല്ലാവരുടെയും പങ്കാളിത്തം ഒരുപോലെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒരു ആക്ഷൻ സിനിമ കണ്ടു കഴിഞ്ഞാൽ സ്റ്റണ്ടബിൾ എടുക്കുന്ന റിസ്ക് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? ഒരു ജാക്കി ചാൻ സിനിമകളിൽ പൊതുവെ നമ്മൾ സിനിമയുടെ അവസാനത്തിൽ ഒരു ബ്ലൂപ്പർ വയ്ക്കാറുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ജാക്കി ചാൻ എടുക്കുന്ന അതിസാഹസികമായ പ്രവൃത്തികൾ നമുക്ക് മനസ്സിലാക്കാം. ഇത്തരത്തിൽ ഡ്യൂപ്പുകളും മറ്റ് കലാകാരന്മാരെയും കൂടി ഇത്തരം ബ്ലൂപ്പറുകളിൽ, മേക്കിംഗ് വീഡിയോകളിലും ഉൾപ്പെടുത്താം. സിനിമയുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ആളുകളുടെ റിയാക്ഷൻ ചാനലുകൾ കാണുന്നതിന് പകരം സിനിമയുടെ സമസ്ത മേഖലയിൽ അനുഭവ സമ്പത്തുള്ള ആളുകളുടെ റിയാക്ഷൻ ചാനലുകൾ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റുകൾ കാണുകയാണെങ്കിൽ നമുക്ക് അബദ്ധധാരണകളും കുറേ തിരുത്താനും സിനിമയെപ്പറ്റി കൂടുതൽ അറിയാനും സാധിക്കും. VFX ബ്രേക്ക് ഡൗൺ, ആനിമേഷൻ അനാലിസിസ്, ഗെയിമിംഗ് ഡിസൈൻ, മ്യൂസിക് അനാലിസിസ് എന്നിങ്ങനെ പലതരം കണ്ടന്റുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. സംവിധായകൻ, അഭിനേതാക്കൾ, സംഗീത സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നിങ്ങനെ വളരെ കുറച്ച് മേഖലകളിൽ ഒതുങ്ങുന്നതല്ല സിനിമ എന്നത്. മികച്ച സിനിമ എന്ന ഒറ്റ കാറ്റഗറിയിൽ മാത്രമല്ല ലോകത്ത് അവാർഡുകളുള്ളത്. നമ്മൾ ഒരു ജോലി ആഗ്രഹിക്കണമെങ്കിൽ പോലും ഇങ്ങനെ ഒരു ജോലി ഉണ്ടെന്ന് നമുക്ക് മുന്നേ അറിയണം. ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നറിയണമെങ്കിൽ മിനിമം എന്താണ് അതിൻ്റെ പണി എന്നെങ്കിലും അറിഞ്ഞിരിക്കണം. നിങ്ങൾ പണം കൊടുത്ത് കാണുന്ന ഒരു സിനിമ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാകണം എന്നത് തന്നെയാണ് അതിൻ്റെ ശരി. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന താരങ്ങൾക്ക് കൈയടിക്കുന്നതും തെറ്റല്ല. എന്നാൽ
സിനിമയുടെ പ്രോസസ്സ് മനസ്സിലാക്കുകയും പിന്നണിയിലുള്ള ആളുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളും മനസ്സിലാക്കിയെന്നുണ്ടെങ്കിൽ കേവലം അഭിനേതാക്കൾക്ക് മാത്രം നിങ്ങളുടെ കയ്യടി ഒതുങ്ങില്ല. ഇന്നലെ വരെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ചില വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. മികച്ചതായി തോന്നിയ ഒരു സിനിമ നിങ്ങൾക്ക് നാളെ ഇഷ്ടപ്പെടാതെ വരാം. ഇന്നലെ വരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരുന്ന ഒരു സിനിമ നിങ്ങൾക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടു എന്ന് വരാം. നിലവിൽ ഇന്ത്യയിലെ പല VFX കമ്പനികളുടെയും പ്രധാന വർക്ക് ഹോളിവുഡ് സിനിമകളുടെ ഔട്ട്സോഴ്സിംഗ് വർക്കുകളാണ്. അവതാർ ഉൾപ്പെടെ ലോകത്തെ ഏറ്റവും മികച്ച VFX ഉള്ള സിനിമകളിൽ പോലും ഇന്ത്യൻ കമ്പനികളുടെ പങ്കാളിത്തമുണ്ട്. നാളെ ഇതേ അമേരിക്കൻ കമ്പനികളിലെ തൊഴിലാളികൾ സംഘടിക്കുകയും ഔട്ട്സോഴ്സിങ്ങിനെതിരെ സംസാരിക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ ഇത്തരം കമ്പനികൾക്ക് ഇന്ത്യയേക്കാൾ ലാഭകരമായി മറ്റ് രാജ്യങ്ങൾ ഇതേ പണി ചെയ്തു കൊടുത്താൽ ഇന്ത്യൻ കമ്പനികളിൽ പണിയെടുക്കുന്ന ആളുകളുടെ പണി അവതാളത്തിലാകും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ രാജ്യത്ത് തന്നെ നമ്മുടെ സ്വന്തം എന്ന് അവകാശപ്പെടുന്ന വർക്കുകൾ നമ്മൾ തന്നെ നിർമ്മിക്കണം. അത് കാണാനും അഭിനന്ദിക്കാനും ആളുകളുണ്ടാകണം. കലാകാരുടെ അധ്വാനം മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തിൽ ഒരിക്കലും ഒരാളെ പറഞ്ഞുവിടാൻ ഒരു കമ്പനിക്ക് എളുപ്പം സാധിക്കില്ല.